Hi students. അപ്പൊ നമ്മൾ വിഷ്വലൈസിങ് സോളിഡ് ഷേപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സോളിഡ് ഒബ്ജക്ട്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് 3D ഷേപ്സ്, 3 ഡയമെൻഷണൽ ഷേപ്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ അതിന്റെ നെറ്റ്, പിന്നെ എന്താണ് വേർട്ടെക്സ്, എഡ്ജസ്, ഫേസസ് എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ എങ്ങനെയാണ് സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാന്നുള്ളത് നമ്മൾ ഒബ്ലിക് സ്കെച്ചും ഐസോമെട്രിക്കും അത് രണ്ടും നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. ഈ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സോളിഡ് ഒബ്ജക്ട്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. Sometimes when you look at combined shape, നമുക്ക് ഒരുമിച്ചുള്ള ഷേപ്സ് ഉണ്ടായിരിക്കുമ്പോൾ some of them may be hidden from your view. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ചിലത് കാണാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഈ ഒരു പിക്ചറിൽ കുറെ ക്യൂബ്സ്, ഈ ഒരു ക്യൂബ്സിന്റെ മേലെ വേറൊരു ക്യൂബ്സ് ആക്കിയിട്ട് അങ്ങനെ നമുക്ക് കുറെ ക്യൂബ്സുകളിലെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഈ ക്യൂബ്സിന്റെ ഈ ഒരു സൈഡുകൾ മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുപോലെ അതിന്റെ ബാക്കിലുള്ള സ്ക്വയേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലേ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഈ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറൊരു വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഈ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറെ വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഈ നമ്മൾ മേലെ നിന്നാണ് ഈ ഒരു പിക്ചർ നോക്കുന്നതെങ്കിൽ നമുക്ക് വേറെ വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ സോളിഡ് ഷേപ്സ് നമുക്ക് ചില പാർട്ട് എന്താണ് ഹിഡൻ ആയിട്ടാണ് ഉണ്ടാവുക. സപ്പോസ് യു ഫോം എ ക്യൂബോർഡ് ബൈ ജോയിനിങ് സച്ച് ക്യൂബ്സ്. അങ്ങനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 3 ക്യൂബുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചു. അപ്പൊ നമുക്ക് എന്തായി ഒരു ക്യൂബോയിഡ് കിട്ടി അല്ലെ. 3 ക്യൂബുകൾ ഒരുമിച്ച് വെച്ചപ്പോ നമുക്ക് ക്യൂബോയിഡ് കിട്ടി. You will be able to guess what the length, breadth and height of the cuboid would be. അപ്പൊ നമുക്ക് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഒക്കെ നമുക്ക് എന്താണ് നോക്കാൻ കഴിയും. If 2 cubes of dimensions 2 cm by 2 cm by 2 cm are placed side by side. ഇപ്പൊ നമുക്ക് 2 into 2 into 2 ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 2 ആയിട്ടുള്ള എന്താ 2 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, 2 ക്യൂബ്സ് ഉണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ് 2 into 2 into 2 ആണ്. What the dimensions of the resulting cuboid be? അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഡൈമെൻഷൻസ് വരിക? ആ ക്യൂബോയിഡിന്റെ ഡൈമെൻഷൻസ് എന്തായിരിക്കും നമുക്കറിയാം. ഇപ്പം നമ്മള് 2 into 2 into 2 ഇതാണ് നമ്മളെ ക്യൂബുകൾ ഒരുമിച്ച് വെച്ചപ്പോ നമുക്കതൊരു ക്യൂബോയിഡായി. കണ്ടോ, ഇതൊരു ക്യൂബാണ്. അതിന്റെ 2 സെന്റിമീറ്റർ ആണ്. എല്ലാം അതിൻ്റെത് എന്താ 2 സെന്റിമീറ്റർ ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 2 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടെയും നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 2 സെന്റിമീറ്റർ. ഈ 2 ക്യൂബും നമ്മൾ ഒരുമിച്ചാണ് വെച്ചത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇങ്ങോട്ട് എന്താണ് ഒരുമിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സ്കെച്ച് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിന്റെ ഒരു ഫിഗർ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത് എന്താ 2 2 ക്യൂബുകൾ ഉണ്ടായത് കൊണ്ട് അതിന്റെ ലെങ്ത് എന്തായി 2 ക്യൂബുകളുടെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്തു. 2 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ടോട്ടൽ 4 സെന്റിമീറ്റർ ആണ് ഈ ഒരു ക്യൂബോയിഡിന്റെ ലെങ്ത് നമുക്ക് കിട്ടുക. ഇനി വാട്ട് അബൌട്ട് ഹൈറ്റ് ആൻഡ് ബ്രെഡ്ത്ത്? ബ്രെഡ്ത്തും ഹൈറ്റിനും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. നമ്മൾ 2 ക്യൂബുകൾ ഒരുമിച്ച് വെക്കുമ്പം നമ്മൾ അതിന്റെ ലെങ്ത് മാത്രം, അതൊരു ക്യൂബോയിഡ് ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ലെങ്ത് മാത്രമല്ലേ മാറുള്ളൂ. അതിന്റെ ബ്രെഡ്ത്തിനും ഹൈറ്റിനും എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. ബ്രെഡ്ത്തും ഹൈറ്റും സെയിം മെഷർമെന്റ് തന്നെ ആയിരിക്കും, 2 സെന്റിമീറ്റർ. As you can see when kept side by side, നമ്മൾ സൈഡ് ബൈ സൈഡ് ആണ് വെച്ചത്. ഒരു ക്യൂബ് ഇവിടെ വെച്ചു, അതിന്റെ അടുത്ത സൈഡിൽ വേറൊരു ക്യൂബ് വെച്ചു. The length is the only measurement which increases. ഇവിടെ നമുക്ക് ലെങ്ത് മാത്രമാണ് ഇൻക്രീസ് ആവുന്നത്. 2 plus 2 is equal to 4 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എന്താ 2 സെന്റിമീറ്റർ തന്നെയാണ്. ഹൈറ്റും എന്താണ് 2 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ ലൂഡോ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ഡൈ 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യുക ഒരുമിച്ച് വെക്കുക. ഓക്കെ, ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു പ്ലേസിൽ ഒന്നിന്റെ മേലെ ആയിട്ട് ഒന്നും വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ അത് എന്താവും ഒരു ക്യൂബോയിഡ് ആയിട്ട് മാറും. ക്യൂബോയിഡ് ആവുമ്പം അതിന്റെ ലെങ്ത് എന്തായിരിക്കും 2 ക്യൂബിന്റെയും കൂടെ ആഡ് ചെയ്യണം. 2 ക്യൂബിന്റെ 2 2 ആഡ് ചെയ്തപ്പം അത് 4 ആയി. ബട്ട് ബ്രെഡ്ത്തിനും ഹൈറ്റിനും എന്താ നമുക്ക് ഒന്നും ഡിഫറെന്റ് കാണാൻ പറ്റില്ല. ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ട് തന്നെ ഉണ്ടാവുക.
ഓക്കെ, അതിനൊരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. വ്യൂവിങ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് എ സോളിഡ്. ഇനി സോളിഡിന്റെ ഓരോ സെക്ഷൻസും എങ്ങനെ വ്യൂ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ് us see how an object which is in 3D can be viewed in different ways. നമുക്ക് 3D നെ ഡിഫറെന്റ് വേസിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. One way to view an object is by cutting or slicing. എന്താ cutting or slicing എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കട്ടിങ് അഥവാ സ്ലൈസിങ് എന്ന് പറയാം. ഓക്കെ, വൺ വേ ടു വ്യൂ ആൻ ഒബ്ജക്റ്റ് ഈസ് ബൈ കട്ടിങ് ഓർ സ്ലൈസിങ്. ഇപ്പൊ നമുക്ക് 3 ഡയമെൻഷണൽ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താ, അതിനെ ഇങ്ങനെ മുറിച്ചാല് ഇങ്ങനെ കട്ട് ചെയ്താല് ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വൺ വേ എന്ന് പറഞ്ഞാല് കട്ടിങ് ഓർ സ്ലൈസിങ് വെച്ചിട്ടാണ്. എങ്ങനെയാ, ഇപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ലോഫ് ഓഫ് ബ്രെഡ് ഉണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് എ ക്യൂബോയിഡ്. അതൊരു ക്യൂബോയിഡിന്റെ പോലെയാണ്. നമുക്കറിയാം ഇപ്പൊ ഒരു കട്ട് ചെയ്യാത്ത ബ്രെഡ്, ഒരു ഫുൾ ബ്രെഡ് അതിനെ കട്ട് ചെയ്തിട്ടില്ല, ഫുൾ ആയിട്ടുണ്ട്. അതെന്താണ്, ഒരു ക്യൂബോയിഡ് പോലെയാണ് അല്ലെ, വിത്ത് സ്ക്വയർ ഫേസ്. അതിന്റെ ഫേസ് സ്ക്വയർ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും അതുണ്ടാവുക അല്ലെ, ഇങ്ങനൊരു ക്യൂബോയിഡ് ആയിരിക്കും. അതിന്റെ ഫേസ് എന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും. യു സ്ലൈസ് ഇറ്റ് വിത്ത് എ നൈഫ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ നൈഫ് എടുത്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്തു അഥവാ കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടി. വെൻ യു ഗിവ് എ വേർട്ടിക്കൽ കട്ട്, അപ്പൊ നമ്മൾ വേർട്ടിക്കൽ കട്ട് എന്താ, വേർട്ടിക്കലും ഹൊറിസോണ്ടലും നമുക്കറിയാം. വേർട്ടിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല്, വേർട്ടിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്രെഡിനെ ഇങ്ങനെ കട്ട് ചെയ്തു. ഈ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല് ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ വേർട്ടിക്കൽ കട്ട് ആണെങ്കിൽ യു ഗെറ്റ് സെവറൽ പീസസ്. നമുക്ക് എന്ത് ചെയ്യാം, സെവറൽ പീസസ് കിട്ടും. അപ്പൊ ആ ഒരു ബ്രെഡിനെ നമ്മൾ വേർട്ടിക്കലി ഇങ്ങനെ കട്ട് ചെയ്തു, അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കുറേ പീസസ് കിട്ടും അല്ലേ. ഈച്ച് ഫേസ് ഓഫ് ദ പീസ് ഈസ് എ സ്ക്വയർ. അങ്ങനെ ഓരോ പീസിന്റെ ഫേസും എന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും. അപ്പൊ കണ്ടോ, നമ്മളെ ബ്രെഡ്, ഇതാണ് ബ്രെഡ്, അതിനെ നമ്മൾ വേർട്ടിക്കലി ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ ഓരോന്നിന്റെ ഫേസും എന്താണ്, സ്ക്വയർ ആണ്. വി കോൾ ദിസ് ഫേസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഹോൾ ബ്രെഡ്. ഇതിനെ നമ്മൾ എന്ത് പറയും, ആ ഒരു ഫേസിനെ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഹോൾ ബ്രെഡ്. ഹോൾ ബ്രെഡിനെ നമ്മൾ ക്രോസ് സെക്ഷൻ ആയിട്ട് പറയും. The cross section is nearly a square in this case. അപ്പൊ ക്രോസ് സെക്ഷൻ ഇവിടെ എന്താ, സ്ക്വയർ ആണ്. കാരണം ആ ഒരു ബ്രെഡിനെ നമ്മൾ എന്ത് ചെയ്തു, സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബ്രെഡിന്റെ ഇത് കിട്ടിയത് സെവറൽ പീസസ് ആക്കി. അതിന്റെ പീസിന്റെ ഫേസിന് നമുക്ക് എന്താ, സ്ക്വയർ ആയിട്ടാണ് കിട്ടിയത്. സോ ദ ക്രോസ് സെക്ഷൻ ഈസ് നിയർലി എ സ്ക്വയർ ഇൻ ദിസ് കേസ്. ക്ലിയർ? അപ്പൊ ഈ ഒരു കേസിൽ ഇതെന്താണ്, സ്ക്വയർ ആണ്. അപ്പം നമ്മൾ ഓരോ ഷേപ്സ്, നമുക്ക് ഓരോ സാധനം കിട്ടുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അഥവാ സ്ലൈസ് ചെയ്താൽ നമുക്ക് അതിന്റെ ഷേപ്പ് കിട്ടും. ഓക്കെ, വാട്ട് ക്രോസ് സെക്ഷൻസ് ഡു യു ഗെറ്റ് വെൻ യു ഗിവ് എ വെർട്ടിക്കൽ കട്ട്, ഹൊറിസോണ്ടൽ കട്ട് ടു ദ ഫോളോയിങ് സോളിഡ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സോളിഡ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ വെർട്ടിക്കലി കട്ട് ചെയ്താലും ഹൊറിസോണ്ടലി കട്ട് ചെയ്താലും എന്തായിരിക്കും അതിന്റെ ഷേപ്പ്, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബ്രിക്ക് ആണ്. എങ്ങനെയാ നമുക്ക് ബ്രിക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെയല്ലേ ബ്രിക്കിന്റെ ഷേപ്പ് ഉണ്ടാവും. ഒരു ക്യൂബോയിഡ് പോലെയുള്ള ബ്രിക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്യൂബിന്റെ ഇതുണ്ടായിരിക്കും. ഇതാണ് നമ്മളെ ബ്രിക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ വേർട്ടിക്കലിയും കട്ട് ചെയ്തു, അതിനെ നമ്മൾ ഹൊറിസോണ്ടലിയും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും, നമ്മൾ സപ്പോസ് നമ്മളടുത്ത് ഒരു ക്യൂബ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ വേർട്ടിക്കലി അതിനെ കട്ട് ചെയ്തു. വേർട്ടിക്കലി നമ്മൾ അതിനെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് 2 റെക്ടാങ്കുലർ പീസസ് അല്ലേ കിട്ടുക. യെസ്, വേർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 റെക്ടാങ്കുലർ പീസസ് കിട്ടും. ഇനി ഹൊറിസോണ്ടലി നമ്മൾ അതിനെ കട്ട് ചെയ്യുമ്പോഴോ, അപ്പൊ ഇതാണ് നമ്മളെ ബ്രിക്ക്. ആ ബ്രിക്കിനെ നമ്മൾ ഹൊറിസോണ്ടലി കട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ്. ഇങ്ങനെ ആവുമ്പോഴാണ് അത് വേർട്ടിക്കലി ആവുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ അത് ഹൊറിസോണ്ടലി ആയി. അപ്പൊ ഹൊറിസോണ്ടലിയും നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 2 റെക്ടാങ്കുലർ പീസസ് അല്ലേ കിട്ടുക. യെസ്, ഹൊറിസോണ്ടലി ആണെങ്കിലും നമുക്ക് 2 റെക്ടാങ്കുലർ പീസസ് കിട്ടും. ഓക്കെ, അപ്പൊ ബ്രിക്ക് നമുക്ക് ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ്, 2 റെക്ടാങ്കുലർ പീസസ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ദെൻ എ റൗണ്ട് ആപ്പിൾ, റൗണ്ട് ഉള്ള ആപ്പിൾ. ഒരു റൗണ്ട് ആപ്പിളിന് നമുക്ക്
ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും കട്ട് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ വേർട്ടിക്കലി കട്ട് ചെയ്തു. അപ്പൊ നിങ്ങളുടെ അടുത്ത് റൗണ്ട് ഉള്ള ആപ്പിൾ ആണുള്ളത്. ആ റൗണ്ട് ആപ്പിളിനെ വേർട്ടിക്കലി കട്ട് ചെയ്തു. വേർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതും ഒരു റൗണ്ട് കിട്ടും, ഇവിടെയും ഒരു റൗണ്ട് കിട്ടും. 2 റൗണ്ടുകളല്ലേ കിട്ടുക? യെസ്. അപ്പം നമുക്ക് 2 റൗണ്ടുകൾ കിട്ടൂ അല്ലെ? നമുക്ക് അതിന്റെ സെമി സർക്കിൾ ആയിട്ട് കിട്ടും. നമ്മൾ അതിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതൊരു സെമി സർക്കിൾ ആയിട്ട് 2 സെമി സർക്കിൾ ആയിട്ട് കിട്ടും. ഇത് നമ്മൾ അതിനെ ഹൊറിസോണ്ടലി ആണെങ്കിലോ കട്ട് ചെയ്യുന്നത്, ഹൊറിസോണ്ടലി ആണെങ്കിലും ഇത് നമുക്കൊരു സെമി സർക്കിൾ ആയിട്ട് കിട്ടും, ഇത് നമുക്കൊരു സെമി സർക്കിൾ ആയിട്ട് കിട്ടും. അപ്പൊ 2 സെമി സർക്കിൾസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഈ റൗണ്ടിനെ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഒരു റൗണ്ടിനെ നമ്മൾ എന്താണ് വേർട്ടിക്കലിയും കട്ട് ചെയ്യാണ്, വേർട്ടിക്കലിയും കട്ട് ചെയ്യാണ്, ഹൊറിസോണ്ടലിയും കട്ട് ചെയ്യാണ്. അപ്പൊ ആ റൗണ്ട് എന്താവും? 2 സെമി സർക്കിൾസ് ആയിരിക്കും. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് എ ഡൈ? ഇനി ഡൈനെ നമ്മൾ എങ്ങനെ എന്തായിരിക്കും കിട്ടുക? ഇപ്പൊ ഡൈനെ നമ്മൾ വേർട്ടിക്കലി കട്ട് ചെയ്തു. ഇതാണ് നമ്മളെ ഡൈ. ഇത് നമ്മളൊരു ഡൈ ആണ്. ഈ ഡൈനെ നമ്മൾ വേർട്ടിക്കലി കട്ട് ചെയ്യാണ്. വേർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരിക്കും, ഇവിടെയും ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരിക്കും. 2 റെക്ടാങ്കുലർ പീസസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി ഹൊറിസോണ്ടലി ആണെങ്കിലോ കട്ട് ചെയ്യുന്ന, അപ്പൊ ഡൈ നോക്കുക, ഡൈനെ നമ്മൾ ഹൊറിസോണ്ടലി കട്ട് ചെയ്തു. അപ്പൊ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ അതിന്റെ മേലെയും താഴെയും എന്താ നമുക്ക് എന്താണ് റെക്ടാങ്കുലർ പീസസ് ആയിട്ടല്ലേ കിട്ടുക? യെസ്. അപ്പൊ ഇതും 2 റെക്ടാങ്കുലർ പീസസ് ആയിട്ട് കിട്ടും. ഇനി വാട്ട് അബൌട്ട് എ സർക്കുലർ പൈപ്പ്? ഒരു സർക്കിളിന്റെ പൈപ്പ് ഉണ്ട്. അതെങ്ങനെയായിരിക്കും? ഇതായിരിക്കും നമ്മളെ സർക്കിളിന്റെ പൈപ്പ്. ഓക്കെ. ഇതിനെ നമുക്ക് വേർട്ടിക്കലിയും കട്ട് ചെയ്യണം, ഹൊറിസോണ്ടലിയും കട്ട് ചെയ്യണം. അപ്പൊ വേർട്ടിക്കലി നമ്മൾ കട്ട് ചെയ്തു. വേർട്ടിക്കലി നമ്മൾ കട്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു റൗണ്ടിലുള്ള പൈപ്പ്. ആ പൈപ്പിനെ നമ്മൾ വേർട്ടിക്കലി കട്ട് ചെയ്തു. ആ റൗണ്ടിലുള്ള പൈപ്പിനെ വേർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ 2 റെക്ടാങ്കുലർ പീസസ് അല്ലേ നമുക്ക് കിട്ടുക? യെസ്. 2 റെക്ടാങ്കുലർ പീസസ് ആയിട്ട് കിട്ടും. ദെൻ വാട്ട് അബൌട്ട് ഹൊറിസോണ്ടലി? നമ്മൾ ഈ ഒരു സർക്കുലർ പൈപ്പിനെ ഹൊറിസോണ്ടലി കട്ട് ചെയ്തു. ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനെ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ പൈപ്പ് ഉണ്ട്, അതിന് നമ്മൾ ഹൊറിസോണ്ടലി കട്ട് ചെയ്തു. അപ്പൊ 2 സർക്കിൾ ആയിട്ടല്ലേ നമുക്ക് കിട്ടുക? ഇവിടെ ഒരു സർക്കിളിൻ്റെത്, ഇവിടെ ഒരു സർക്കിളും ആയിട്ട് കിട്ടും. യെസ്. അപ്പം 2 സർക്കിൾസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോ നമ്മളിങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്യുക ആ ഒരു സാധനം, എന്നിട്ട് അതിനെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കുക. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ആൻ ഐസ്ക്രീം കോൺ? ഒരു ഐസ്ക്രീം കോൺ നമ്മൾ ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ഇതാണ് നമ്മളെ ഐസ്ക്രീം കോൺ. ദിസ് ഈസ് അവർ ഐസ്ക്രീം കോൺ. ഇതിന് നമ്മള് ഹൊറിസോണ്ടലി കട്ട് ചെയ്യാണ്, അഥവാ ആദ്യം വേർട്ടിക്കലി കട്ട് ചെയ്ത് നോക്കാം. ഇതിന് നമ്മൾ ഇങ്ങനെ വേർട്ടിക്കലി കട്ട് ചെയ്തു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ഐസ്ക്രീം കോൺ ഉണ്ട്, അതിന് നിങ്ങൾ നൈഫ് വെച്ചിട്ട് വേർട്ടിക്കലി ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പൊ വേർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 2 ട്രയാങ്കുലർ പീസസ് അല്ലേ കിട്ടുക? 2 ട്രയാങ്കുലർ പീസസ് ആണ് അല്ലേ കിട്ടുക? 2 ട്രയാങ്കുലർ പീസസ്. നമ്മള് എന്താണ് ഒരു ഐസ്ക്രീം കോൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വേർട്ടിക്കലി കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 2 ട്രയാങ്കുലർ പീസസ് ആയിട്ട് കിട്ടും. ദെൻ വാട്ട് അബൌട്ട് ഹൊറിസോണ്ടലി? നമ്മൾ ഇതിനെ ഹൊറിസോണ്ടലി ആണെങ്കിലോ കട്ട് ചെയ്യുന്നത്? ഇതാണ് നമ്മളെ കോൺ. ഈ ഒരു കോണിനെ നമ്മൾ ഹൊറിസോണ്ടലി കട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എന്താണ് ഇതെന്താ നമുക്ക് ഒന്നൊരു ട്രയാങ്കിൾ ആയിട്ടാണ് അല്ലെ കിട്ടിയത്? ഒന്നൊരു ട്രയാങ്കിൾ ആയിട്ടാണ് കിട്ടിയത്. ദെൻ വാട്ട് അബൌട്ട് ദിസ്? പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ് ഒന്ന് കിട്ടിയത്. അപ്പൊ ഒന്നൊരു ട്രയാങ്കിൾ ആയിരിക്കും, ഒന്നൊരു ഫ്രസ്റ്റം. ഇതാണ് കോണിന്റെ ഫ്രസ്റ്റം എന്ന് പറയാം, അതിന്റെ ബേസ് ആയിരിക്കും. ഓക്കെ. ഫ്രസ്റ്റം. നമുക്ക് ഈ ഒരു കോണിനെ നമ്മൾ എന്ത് ചെയ്തു? ഹൊറിസോണ്ടലി കട്ട് ചെയ്യാണ്. ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. ദെൻ ഒന്ന് ട്രയാങ്കിളും ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും? നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ് താഴെയുള്ളത് ഉണ്ടാവുക. ഇതാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തത് ഹൊറിസോണ്ടലി. അപ്പൊ നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കോണിന്റെ എന്താണ്
ഇത് നമ്മളെ കോണിന്റെ ബേസ് ആയിട്ടാണ് ഫ്രസ്റ്റം. അതാണ് ഫ്രസ്റ്റം. ഓക്കെ, അപ്പൊ ഒരു ഐസ്ക്രീം കോണിനെ നമ്മൾ വെർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ പീസസ് ആയിട്ട് കിട്ടും. നമ്മൾ ഹൊറിസോണ്ടലി ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ട്രയാങ്കിളും കിട്ടും. മറ്റേതെന്തായിരിക്കും? നമുക്ക് ഫ്രസ്റ്റം, കോണിന്റെ ഫ്രസ്റ്റം ആണ്. അതിന്റെ താഴെ ബേസിനെയാണ് നമ്മൾ അങ്ങനെ പറയാം. ഓക്കെ, അനദർ വേ ഈസ് ബൈ ഷാഡോ പ്ലേ. ഇനി വേറൊരു വേ ആണ് ഷാഡോ പ്ലേ. അപ്പൊ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞത് സ്ലൈസിങ് ഓർ കട്ടിങ്. സ്ലൈസിങ്ങും കട്ടിങ്ങും ചെയ്താൽ നമുക്ക് ആ ഒരു സോളിഡ് ഷേപ്പിന്റെ ഇത് കിട്ടും. ഓക്കെ, നമ്മൾ ഇനി അനദർ വേ ആണ് നമുക്ക് ഷാഡോ പ്ലേ. എന്താണ് ഷാഡോ പ്ലേ എന്നുള്ളത് നോക്കാം. Shadows are a good way to illustrate how 3-dimensional objects can be viewed in 2 dimensions. അപ്പം 3-dimensional, ഇപ്പൊ നമ്മളൊരു ക്യൂബ് എടുത്തു, എന്നിട്ട് ആ ക്യൂബ് നമ്മൾ ഷാഡോയിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ അതിന്റെ ഷാഡോ നോക്കുമ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ക്യൂബിന്റെ ഷാഡോ നോക്കുമ്പോൾ നമുക്ക് അതൊരു 2-dimensional ആയിട്ടാണ് കാണാൻ പറ്റുക. ഒന്നെങ്കിൽ മേ ബി അതെന്തായിരിക്കും? ഒരു ക്യൂബോയിഡ് ആയിരിക്കും കാണാം, അല്ലെങ്കിൽ എന്തായിരിക്കും? അതൊരു റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും കാണാം, അല്ലെങ്കിൽ നമുക്ക് അതെന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിട്ടായിരിക്കും കാണാം. ഓക്കെ, അപ്പൊ ഒരു 3-dimensionalനെ അതിന്റെ ഷാഡോ എന്തായിരിക്കും? 2-dimensional ആയിട്ട് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എന്റർടൈൻമെന്റ് യൂസിങ് സോളിഡ് articulated figures in front of an illuminated backdrop to create the illusion of moving object. നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഷാഡോസ് ഒക്കെ കാണാൻ പറ്റും. ഇറ്റ് മേക്സ് സം ഇൻഡയറക്റ്റ് യൂസ് ഓഫ് ഐഡിയാസ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. ഹിയർ ആർ ദ ഷാഡോസ് ഓഫ് സം 3D ഒബ്ജക്ട്സ്. ഇതെന്താണ്? 3D ഒബ്ജക്ട്സിന്റെ ഷാഡോസ് ആണ്. ഓക്കെ, when seen under the lamp of an overhead projector, identify the solids that match each shadow. There may be multiple answers for this. അപ്പൊ നമുക്ക് എന്താണ്? ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ഇതൊക്കെ ഷാഡോസ് ആണ്. അപ്പൊ ഇത് എന്തിന്റെ ഷാഡോസ് ആയിരിക്കും? ആദ്യം നമുക്ക് നോക്കാം. ഇതൊരു സർക്കിൾ ആണ് അല്ലെ. അപ്പൊ സർക്കിൾ ആവുമ്പം സർക്കിള് നമ്മൾ ഒരു സാധനം വെക്കുമ്പം അതിന്റെ ഷാഡോ സർക്കിൾ ആവും. ഏതൊക്കെയായിരിക്കും നമുക്ക് ആ ഒരു ഇത് കിട്ടുക? നമുക്ക് ഡിസ്ക് വെച്ചാൽ ഡിസ്ക് നമ്മൾ വെക്കുമ്പം ഡിസ്കിന്റെ ഷേഡ് എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കൂലേ. അപ്പൊ ഇത് മേ ബി ഒരു ഡിസ്ക് ആവാന്ന് നമുക്ക് പറയാം. ദെൻ പ്ലേറ്റ് ആണെങ്കിലോ, നമ്മളൊരു റൗണ്ട് ഷേപ്പുള്ള പ്ലേറ്റ് വെച്ചു. പ്ലേറ്റ് വെക്കുമ്പോ അതിന്റെ ഷേഡോ റൗണ്ട് ആയിരിക്കൂലേ. യെസ്, അപ്പൊ നമുക്ക് പ്ലേറ്റ് ആവാം. ദെൻ വാട്ട് അബൌട്ട് ചപ്പാത്തി? ചപ്പാത്തിന്റെ ഷേപ്പ് എന്താ? റൗണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഷേഡോ എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ചപ്പാത്തി എന്നും പറയാം. ദെൻ വാട്ട് അബൌട്ട് ഫുട്ബോൾ? ഫുട്ബോളിന്റെ നമ്മളിപ്പോ ഫുട്ബോൾ ഇങ്ങനെ വെക്കുമ്പോ അതിന്റെ ഷാഡോ നോക്കുമ്പോ നമുക്ക് എന്താ? റൗണ്ട് ആയിരിക്കും, സർക്കിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഫുട്ബോൾ എന്ന് പറയാം. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തിങ്സ് ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് സ്ക്വയർ? സ്ക്വയർ ആണെങ്കിലോ? സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഏതൊക്കെ ആയിരിക്കും സ്ക്വയറിൻ്റെത്? ദെൻ നമുക്ക് ക്യൂബ്, ഡൈ പറയാം അല്ലെ. ഡൈ വെക്കുമ്പോ എന്ത് കിട്ടും? ചിലപ്പോ അത് സ്ക്വയർ ആയിരിക്കും. ഡൈ നമ്മൾ അതിന്റെ ഷേഡോ സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ചോക്ക് ബോക്സ്? ചോക്ക് ബോക്സ് നമുക്കറിയാം കുഞ്ഞൊരു ക്യൂബോയിഡ് അല്ല, ക്യൂബ് പോലെ ആയിരിക്കും അല്ലെ. അപ്പൊ അത് ചോക്ക് ബോക്സ് നമ്മളിങ്ങനെ വെക്കുമ്പം ചെറിയ ചോക്ക് ബോക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി ഇങ്ങനെ നമ്മളുടെ ട്രയാങ്കിൾ ആണെങ്കിലോ? ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? കോൺ ഐസ്ക്രീം അല്ലെ. കോൺ ഐസ്ക്രീം ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അതിന്റെ ഷാഡോ നമുക്ക് എന്താ കിട്ടുക? ട്രയാങ്കിൾ ആണ്. അപ്പൊ കോൺ ഐസ്ക്രീം എന്ന് പറയാം. കോൺ ഐസ്ക്രീം. ദെൻ നമുക്ക് ബർത്ത്ഡേ ക്യാപ്പിന്റെ ഷാഡോ നോക്കുമ്പോ നമുക്ക് അതൊരു ട്രയാങ്കിൾ ആയിട്ടല്ലേ കിട്ടുക? യെസ്, അപ്പൊ അത് ബർത്ത്ഡേ ക്യാപ്പ് നമുക്ക് പറയാം. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് റെക്ടാങ്കിൾ ആണെങ്കിലോ? നമുക്ക് ജോമെട്രിക് ബോക്സ്. ഇപ്പൊ ജോമെട്രിക് ബോക്സിന്റെ നമ്മൾ ഇങ്ങനെ വെച്ചു, ജോമെട്രിക് ബോക്സ് ഇങ്ങനെ വെച്ചു. അപ്പൊ അതിന്റെ ഷാഡോ നമുക്ക് എന്തായിരിക്കും? ഒരു റെക്ടാങ്കിൾ അല്ലേ കിട്ടുക? യെസ്, അപ്പൊ ജോമെട്രിക് ബോക്സ്. ദെൻ വാട്ട് അബൌട്ട് ബുക്ക്? നമുക്ക് ഇങ്ങനെ നമ്മളെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എന്താ? അതിന്റെ ഷാഡോ നമുക്ക് എന്താ കിട്ടുക? റെക്ടാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ബുക്സ് പറയാം. ദെൻ
ടേബിൾ, ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള ടേബിൾ, അതിന്റെ ഷാഡോ എന്തായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കൂലേ? ടേബിൾ. അങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതില് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് സർക്കിൾ ആണെങ്കിൽ ഡിസ്ക്, പ്ലേറ്റ്, ചപ്പാത്തി, ഫുട്ബോൾ, അതൊക്കെ എന്താണ്? അതിന്റെ ഒക്കെ ഷാഡോ എന്താണ്? നമുക്ക് റൗണ്ട് ആയിട്ടാണ് കിട്ടുക. ദെൻ വാട്ട് അബൌട്ട് ദിസ് ഡൈ, ചോക്ക് ബോക്സ്, അതിന്റെയൊക്കെ നമുക്ക് സ്ക്വയർ ആയിട്ടാണ് കിട്ടുക. ദെൻ കോൺ ഐസ്ക്രീം, ബർത്ത്ഡേ കേക്ക്, അതൊക്കെ ട്രയാങ്കിൾ ആയിട്ടാണ് കിട്ടുക. ദെൻ ജോമെട്രിക് ബോക്സ്, ബുക്ക്, ടേബിള്, അതിന്റെയൊക്കെ ഷാഡോ എന്താണ്? റെക്ടാങ്കിൾ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, എക്സാമിൻ ഇഫ് ദ ഫോളോയിങ് ആർ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാനുള്ളതാണ്, ഒരു എക്സ്പെരിമെന്റ് പോലെ. ദ ക്യൂബ് ക്യാൻ കാസ്റ്റ് എ ഷാഡോ ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ. ഇപ്പൊ നമ്മളൊരു ക്യൂബ് ഇങ്ങനെ വെച്ചു. ക്യൂബ് അതിന്റെ ഷാഡോ നോക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് തോന്നുന്നതാണ്. നമുക്ക് കൂടുതലും അത് ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്ക്വയർ ആയിട്ടാണ് അല്ലേ കിട്ടുക. ബട്ട് നമുക്ക് ചില ടൈമില് അതിന്റെ ലൈറ്റിനനുസരിച്ച് ചിലപ്പോൾ മേ ബി അതെന്തായിരിക്കും? ഒരു റെക്ടാങ്കിൾ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, അതിന്റെ ലൈറ്റ് ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് സ്ക്വയർ തന്നെയാണോ കിട്ടുക നോക്കുക, അഥവാ റെക്ടാങ്കിൾ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ദ ക്യൂബ് ക്യാൻ കാസ്റ്റ് എ ഷാഡോ ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെക്സഗൺ. എന്താ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്, ദെൻ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 സൈഡ്, അങ്ങനെയുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ക്യൂബിന്റെ ഷാഡോ ഹെക്സഗൺ ഷേപ്പ് ആവുന്നാണ് ചോദിച്ചത്. അതായിരിക്കോ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ് ഉള്ളതായിരിക്കോ? അപ്പൊ ക്യൂബ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വെച്ച് നോക്കുക. അപ്പൊ നമ്മളെ ഷാഡോയില് നോക്കുക, 6 സൈഡ് ഉള്ള ഇങ്ങനെ, ഇതാണ് നമ്മളെ ഹെക്സഗൺ വരിക. ഇങ്ങനെ ഒരു ഫിഗർ 6 സൈഡ് ഉള്ള ഒരു ഫിഗർ കിട്ടുന്നുണ്ടോ ഒന്ന് നോക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം ഒരു ക്യൂബ് എടുക്കുക, എന്നിട്ട് ആ ക്യൂബിന്റെ ഷാഡോ നോക്കുക. അപ്പൊ ഷാഡോ നോക്കുമ്പോ ക്യൂബോയിഡ് കിട്ടുന്നുണ്ടോ നോക്കുക. ജസ്റ്റ് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് മാറി നോക്കുക. അപ്പം ക്യൂബോയിഡ് കിട്ടുന്നുണ്ടോ നോക്കുക, ഹെക്സഗൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, the third way is by looking at it from certain angles to get different views. അപ്പൊ നമ്മള് സോളിഡ് ഷേപ്സ് നോക്കുന്നതായിരുന്നു. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എന്താ പറഞ്ഞത്? കട്ടിംഗ് ഓർ സ്ലൈസിങ്. അപ്പൊ നമുക്കൊരു 3D ഷേപ്പ് ഒരു ഇത് കിട്ടിയാൽ നമ്മൾ അതിനെ എങ്ങനെ വ്യൂ ചെയ്യാം? ഫസ്റ്റ് മെത്തേഡ് എന്താണ്? സ്ലൈസിങ് ഓർ കട്ടിങ്. അപ്പൊ നമ്മൾ എന്താണ്? ബ്രെഡ് സ്ലൈസ് കട്ട് ചെയ്ത് നോക്കി, അങ്ങനെ അതിന്റെ ഷേപ്പ് നമുക്ക് കിട്ടി. ദെൻ സെക്കൻഡ് വേ ആണ് ഷാഡോ പ്ലേ. നമ്മൾ ഷാഡോ വെച്ചിട്ട് നോക്കുന്നത്. അപ്പൊ ക്യൂബിനെ നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഷാഡോ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഡിസ്ക് ആണെങ്കിൽ അതിന്റെ ഷാഡോ എന്തായിരിക്കും? സർക്കിൾ ആയിരിക്കും. ദെൻ ജോമെട്രിക് ബോക്സ് ആണെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കും. ബർത്ത്ഡേ ക്യാപ്പ് ആണെങ്കിൽ ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെ ഷാഡോകൾ നോക്കി. അപ്പൊ കട്ടിംഗ് ഓർ സ്ലൈസിങ്, ദെൻ ഷാഡോ പ്ലേ. ഇനി തേർഡ് വേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തേർഡ് വേ എന്താ? ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം certain angles to get different views. ഓരോ ആംഗിൾസ് നിന്നും നമ്മൾ ലുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓരോ ആംഗിൾസ് നിന്നും നോക്കാം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് വ്യൂസ് ആയിരിക്കും കിട്ടാം. എങ്ങനെയെന്നുള്ളത് നോക്കാം. One can look at an object standing in front of it or by the side of it or from above. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഒന്നെങ്കിൽ അതിന്റെ ഫ്രണ്ട് നിന്ന് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സൈഡ് നിന്ന് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മേലേന്ന് നോക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ വ്യൂവിൽ ഓരോ ഡിഫറെന്റ് വ്യൂസും ആയിട്ട് നോക്കാൻ പറ്റും. ഈച്ച് ടൈം വൺ വിൽ ഗെറ്റ് എ ഡിഫറെന്റ് വ്യൂ. അങ്ങനെ ഓരോ ടൈമിലും എന്താണ്? ഓരോരുത്തർക്കും ഡിഫറെന്റ് വ്യൂ ആണ് കിട്ടുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു ഹൗസ്. ഓക്കെ, ഈ ഹൗസ് നമ്മള് ഫ്രണ്ടിൽ നിന്ന് നോക്കുക. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയിലാണ് ഇത് കാണാൻ പറ്റുക. ദെൻ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണ്. അപ്പൊ സൈഡിൽ നിന്ന് നമുക്ക് വേറൊരു ഷേപ്പാണ് കിട്ടുന്നത്. ദെൻ നമ്മള് മേലേന്ന് നോക്കുമ്പോൾ അതിന് വേറെ ഷേപ്പ് ആയിരിക്കും, വേറെ വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മങ്കി, അതൊരു ഹൗസ് നോക്കാണ്. അപ്പൊ ഫ്രണ്ട് വ്യൂന്ന് ഈ ഹൗസ് കാണുന്നത് നമുക്ക് ഇങ്ങനെയാണ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ, ആ ഒരു ഹൗസിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഇനി സൈഡ് വ്യൂ എങ്ങനെയാണ്? സൈഡിൽ നിന്ന് നോക്കിയപ്പം സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന്
നോക്കിയ പോലെയാണോ ഉള്ളത്? അല്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോ നമുക്ക് ഇങ്ങനെയായിരുന്നു, സൈഡിൽ നിന്ന് നോക്കിയപ്പോ നമുക്ക് എങ്ങനെ കിട്ടി? ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഒരു വോളും ഉണ്ട്, അതുപോലെ അതിന്റെ മേലെ ഇങ്ങനെയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സൈഡ് വ്യൂ. ഇനി ടോപ്പ് വ്യൂ നോക്കിയപ്പം ടോപ്പിന്ന് ഒരു ട്രീന്റെ മേലെ കയറി നിന്ന് നോക്കിയപ്പം വേറെ രീതിയിലാണ്. അത് ഡിഫറെന്റ് വ്യൂസ് ആണ് അല്ലെ. നമുക്ക് ഫ്രണ്ട് വ്യൂന്ന് വേറെ, സൈഡ് വ്യൂന്ന് വേറെ, ടോപ്പ് വ്യൂന്ന് വേറെ. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് വേ എന്ന് പറഞ്ഞാല് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം certain angles to get different views. ഓരോ വ്യൂസും. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ ഇതാണ് നമ്മളെ ബിൽഡിങ്. അതിന്റെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1 2 3 4 5 5 സൈഡ്സ് ഉള്ള 5 ഫിഗേഴ്സ് ഉള്ള എന്താണ് 5 സൈഡ്സ് ഉള്ള ഒരു ഫിഗർ ആണ് കിട്ടിയത്. ഓക്കെ, 1 2 3 4 5 ഇതൊരു പെന്റഗൺ ആണെന്ന് പറയാം. അപ്പൊ ഈ ഒരു ബിൽഡിങ് നമ്മള് ഫ്രണ്ട് വ്യൂന്ന് നോക്കിയപ്പോ നമുക്കൊരു പെന്റഗൺ കിട്ടി. ദെൻ വാട്ട് അബൌട്ട് സൈഡ് വ്യൂ? അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ സൈഡ് വ്യൂന്ന് നോക്കാണ്. സൈഡ് വ്യൂന്ന് നോക്കിയപ്പോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, ഒരു റെക്റ്റാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ. ദെൻ ടോപ്പ് വ്യൂന്ന് നോക്കിയപ്പം അതിന്റെ രണ്ട് റെക്റ്റാങ്കിൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിയപ്പോൾ വേറൊരു ഷേപ്പാണ് കിട്ടിയത്, അതുപോലെ സൈഡ് വ്യൂ നോക്കിയപ്പോൾ നമുക്ക് വേറെ ഷേപ്പ് കിട്ടി, അതുപോലെ ടോപ്പ് വ്യൂ നോക്കിയപ്പോൾ വേറെ ഷേപ്പ് കിട്ടി. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് വ്യൂസ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മള് സോളിഡ് ഷേപ്പിനെ നമ്മൾ എങ്ങനെയൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും? ഒന്ന് കട്ടിംഗ് ഓർ സ്ലൈസിങ് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ കട്ടിംഗ് ഓർ സ്ലൈസിങ് പറഞ്ഞു. ദെൻ സെക്കൻഡ് മെത്തേഡ് നമ്മൾ എന്ത് പറഞ്ഞു? ഷേഡോ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റൂലേ. ദെൻ തേർഡ് വേ ആണ് നമ്മള് ഡിഫറെന്റ് വ്യൂസ്. നമുക്ക് സൈഡ് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് വ്യൂസ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്? The circle, the square, the rectangle, the quadrilateral and the triangle are examples of പ്ലെയിൻ ഫിഗേഴ്സ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു എന്താണ് പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാല്. പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഓരോ ഷേപ്സ് അല്ലെ, നമ്മള് പ്ലെയിൻ ഫിഗേഴ്സ് അഥവാ 2 ഡയമെൻഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം സ്ക്വയർ, റെക്ടാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡ്സ് ഉള്ളതിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ക്വാഡ്രിലാറ്ററൽ, ട്രയാങ്കിൾ ഒക്കെ നമ്മളെ പ്ലെയിൻ ഫിഗേഴ്സിന് എക്സാമ്പിൾ ആണ്. ക്യൂബ്, ക്യൂബോയിഡ്, സ്ഫിയർ, സിലിണ്ടർ, കോണ് ആൻഡ് പിരമിഡ് അതൊക്കെ എന്താണ്? നമ്മളെ സോളിഡ് ഷേപ്സ് ആണ്. അപ്പം ഇത് പ്ലെയിൻ ഫിഗേഴ്സ് അഥവാ 2 ഡയമെൻഷൻ എന്ന് നമുക്ക് പറയാം. സോളിഡ് ഷേപ്സ് എന്താ? 3 ഡയമെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ മാറിപ്പോയത് പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാല് ഏതൊക്കെ? സർക്കിള്, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, ക്വാഡ്രിലാറ്ററൽ അതൊക്കെ നമ്മളെ എന്താ? പ്ലെയിൻ ഫിഗേഴ്സ് അഥവാ 2 ഡയമെൻഷൻ ആണ്. ദെൻ 3 ഡയമെൻഷൻ ആണ് നമ്മളെ സോളിഡ് ഷേപ്സ്. സോളിഡ് ഷേപ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതേതൊക്കെ? ക്യൂബ്, ക്യൂബോയിഡ്, ദെൻ പിരമിഡ്, സിലിണ്ടർ, കോണ്, സ്ഫിയർ ഇതൊക്കെ നമ്മളെ സോളിഡ് ഷേപ്സ് ആണ്. ഇനി പ്ലെയിൻ ഫിഗേഴ്സ് ആണ് 2 ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ സോളിഡ് ഷേപ്സ് എന്താണ്? 3 ഡയമെൻഷൻ ആണ്. അപ്പൊ മാറിപ്പോയത് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യണില്ല. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളെ പ്ലെയിൻ ഫിഗേഴ്സിന് എക്സാമ്പിള്, ദെൻ നമ്മളെ സോളിഡ് ഷേപ്സിന് എക്സാമ്പിൾ. പ്ലെയിൻ ഫിഗേഴ്സ് ആണ് 2D, ദെൻ സോളിഡ് ഷേപ്സ് ആണ് 3D. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് കോർണേഴ്സ് ഓഫ് എ സോളിഡ് ഷേപ്പ് ആർ കോൾഡ് ഇറ്റ്സ് വെർട്ടീസസ്. നമ്മൾ 2Dയും 3Dയും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് വെർട്ടീസസ്, എന്താണ് എഡ്ജസ്, എന്താണ് ഫേസസ് എന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പം കോർണേഴ്സ്, ഒരു സോളിഡ് ഷേപ്പിന്റെ കോർണേഴ്സിനെ ആയിരുന്നു നമ്മൾ എന്ത് പറയാ? വെർട്ടീസസ്. ഇപ്പൊ ഇത് നമ്മളെ ക്യൂബ് ആണെങ്കിൽ ഈ ക്യൂബിന്റെ കോർണേഴ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? വെർട്ടീസസ് എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. ദ ലൈൻ സെഗ്മെന്റ്സ് ഓഫ് ഇറ്റ്സ് സ്കെൽട്ടൻ ആർ ഇറ്റ്സ് എഡ്ജസ്. ഇതിന് അതുപോലെ ലൈൻ സെഗ്മെന്റ്, ഇങ്ങനെ ലൈൻ സെഗ്മെന്റ് ആയിരുന്നു എന്ത്? അതിന്റെ
എഡ്ജസ്, അതിനെയായിരുന്നു നമ്മൾ എഡ്ജസ് എന്ന് പറഞ്ഞിരുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്ലാറ്റ് സർഫേസ് ആർ ഇറ്റ്സ് ഫേസസ്, അതിന്റെ ഫ്ലാറ്റ് സർഫേസ് ഇങ്ങനത്തെ നമ്മളെ സ്ക്വയറുകൾ, അതിനെയായിരുന്നു നമ്മൾ ഫേസസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് 2 ഡയമെൻഷനും 3 ഡയമെൻഷനും പ്ലെയിൻ ഫിഗേഴ്സും സോൾ ഷേപ്സും പഠിച്ചതിന് ശേഷം പിന്നെ എന്താണ് വേർട്ടീസസ്, എന്താണ് എഡ്ജസ്, എന്താണ് ഫേസസ് എന്നുള്ളതും കൂടെ പഠിക്കാം. വേർട്ടീസസ് എന്ന് പറഞ്ഞാൽ കോർണേഴ്സ് ആണ്, നമ്മൾ എഡ്ജസ് എന്ന് പറഞ്ഞാല് അതിന്റെ ലൈൻ സെഗ്മെന്റ് അഥവാ സ്കെൽട്ടൻ ആണ്, പിന്നെ സ്കിൻ ആണ് എന്ത് അതിന്റെ ഫേസസ് അഥവാ ഫ്ലാറ്റ് സർഫേസിനെയാണ് നമ്മൾ ഫേസസ് എന്ന് പറയാം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പഠിച്ചിരുന്നത് നെറ്റ്. എന്തായിരുന്നു നെറ്റ് എന്ന് പറഞ്ഞാല്? നെറ്റ് ഈസ് എ സ്കെൽട്ടൻ ഔട്ട്ലൈൻ ഓഫ് എ സോളിഡ് ദാറ്റ് ക്യാൻ ബി ഫോൾഡഡ് ടു മേക്ക് ഇറ്റ്. നമ്മൾ ആ ഒരു നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോൾഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോളിഡ് ഷേപ്പ് കിട്ടും. ദ സെയിം സോളിഡ് ക്യാൻ ഹാവ് സെവറൽ ടൈപ്സ് ഓഫ് നെറ്റ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഒരു ക്യൂബ് ആണെങ്കിൽ അതിന് ഒരു നെറ്റ് മാത്രമായിരിക്കൂല, വേറെ നെറ്റ്സും ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പം നമ്മൾ ഒരു ക്യൂബ് ഇത് നമ്മള് ഇങ്ങനെ ഡ്രോ ചെയ്തു, എന്നിട്ട് ഇതിന്റെ സൈഡും നമ്മള് എന്ത് ചെയ്തു ഇതാക്കി, ഇത് നമുക്ക് ഫോൾഡ് ചെയ്താൽ നമുക്കൊരു ക്യൂബായിട്ട് കിട്ടും. ഈ സൈഡ് പിന്നെ അതിന്റെ മേലെ. അപ്പൊ ഇത് എന്താണ്, ഒരു ക്യൂബിന്റെ നെറ്റ് ആണെന്ന് പറയാം. അപ്പൊ നെറ്റ് ഫോൾഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ സോളിഡ് ഷേപ്പ് കിട്ടും. അപ്പൊ നെറ്റ് എന്താന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സോളിഡ് ഷേപ്സ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. ഫ്ലാറ്റ് സർഫേസിൽ എങ്ങനെയാണ് നമ്മളെ സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാന്നുള്ളത് പറഞ്ഞിരുന്നു. വി കോൾ ദിസ് 2D റിപ്രസെന്റേഷൻ ഓഫ് എ 3D സോളിഡ്. ഒരു 3D സോളിഡിനെ നമ്മൾ 2D റിപ്രസെന്റേഷൻ ആക്കാണ്. അങ്ങനെ 2 ടെക്നിക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. 2 ടൈപ്സ് ഓഫ് സ്കെച്ചസ് ഓഫ് എ സോളിഡ് ആർ പോസിബിൾ. അപ്പൊ നമുക്ക് സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാൻ 2 ടെക്നിക്സ് ആയിരുന്നു. ഫസ്റ്റ് ഒബ്ലിക് സ്കെച്ച് അല്ലെ. ഒബ്ലിക് സ്കെച്ച് എങ്ങനെയായിരുന്നു നമുക്കറിയാം. അതിനെ നമ്മള് എന്താക്കി, ഓരോ സ്ക്വയർ ഇങ്ങനെ ഉള്ള ഒരു പീസ് ഓഫ് പേപ്പർ ആയിരിക്കും അല്ലെ വെച്ചിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യുക. ആൻഡ് ഒബ്ലിക് സ്കെച്ച് ഡസ് നോട്ട് ഹാവ് പ്രൊപ്പോർഷണൽ ലെങ്ത്, സ്റ്റിൽ ഇറ്റ് കൺവേസ് ഓൾ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദ സോളിഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഷീറ്റിൽ സ്ക്വയർ ഉള്ള ഷീറ്റിൽ നമുക്ക് വരയ്ക്കുമ്പോൾ ഒബ്ലിക് സ്കെച്ച് വെച്ചിട്ട് സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ ആയിരുന്നു ഐസോമെട്രിക് സ്കെച്ച്. എങ്ങനെയായിരുന്നു ഐസോമെട്രിക് സ്കെച്ചിൽ നമ്മൾ ഡ്രോ ചെയ്യുക? is drawn on an isometric dot paper. അതൊരു ഡോട്ട് പേപ്പർ ആയിരുന്നു അല്ലെ. എ സാമ്പിൾ ഓഫ് വിച്ച് എൻഡ് ഓഫ് ദ ബുക്ക്. നമുക്ക് ബുക്കിന്റെ എന്താണ് നമ്മളെ ലാസ്റ്റിൽ തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റിൽ തന്നിട്ടുണ്ട് ഇങ്ങനെ ഡോട്ട് ഉള്ള പേപ്പറുകൾ. അതാണ് നമ്മളെ ഐസോമെട്രിക് സ്കെച്ച്. ഇൻ an isometric sketch of the solid, the measurements kept proportional. എന്താണ് മെഷർമെന്റ്സ് kept proportional? That means നമുക്ക് എന്താണ് ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട്, നമ്മൾ ഓൾറെഡി ഐസോമെട്രിക് ഷേപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. ഓക്കെ, നമ്മൾ ഡോട്ട്സ് നോക്കുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആ ഒരു ഡിസൈനിലായിരിക്കും നമ്മളെ ഐസോമെട്രിക് ഷീറ്റ് ഉണ്ടായിരിക്കുക. വിഷ്വലൈസിംഗ് സോയിൽ ഷേപ്സ് ഈസ് എ വെരി യൂസ്ഫുൾ സ്കിൽ. നമ്മൾ സോയിൽ ഷേപ്സ് വിഷ്വലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത്. You should be able to see hidden parts of the solid shape. നമ്മളൊരു സോളിഡ് ഷേപ്പിന് നമ്മളിപ്പോ ഒരു സോളിഡ് ഷേപ്പ് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എല്ലാ പാർട്ടും കാണില്ല അല്ലെ. ഇപ്പൊ നമ്മള് ഒരു ക്യൂബ് വരച്ചു, ആ ക്യൂബിന്റെ എല്ലാ ഫേസസും നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനെ ഡിഫറെന്റ് വ്യൂസിൽ നോക്കാൻ പറ്റും. ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് എ സോളിഡ് ക്യാൻ ബി വ്യൂഡ് ഇൻ മെനി വേസ്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എന്താ പറഞ്ഞത്? കട്ടിംഗ് ഓർ സ്ലൈസിങ്. അതാണ് ഒരു വേ. which would result in the cross section of the solid. നമ്മളൊരു ബ്രെഡ്, വലിയൊരു ബ്രെഡ്, ആ ബ്രെഡിനെ നമ്മൾ കട്ട് ചെയ്തു അങ്ങനെ നമുക്ക് അതിന്റെ ഓരോന്നും സ്ക്വയർ പീസസ് ആയിട്ട് കിട്ടും. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ഓർ സ്ലൈസിങ് ആയിരുന്നു. സെക്കൻഡ് വേ എന്ന് പറഞ്ഞാൽ ഷേഡോ ആയിരുന്നു അല്ലെ. ഇപ്പൊ ഡിസ്കിന്റെ ഷേഡോ നമുക്ക് റൗണ്ട് ആണ്, അതുപോലെ ടേബിളിന്റെ ഷേഡോ നമുക്ക് റെക്ടാംഗിൾ ആയിട്ട് കിട്ടും. അങ്ങനെ ഷേഡോ ആണ് നമ്മൾ 3D ഷേപ്പിന്റെ സെക്കൻഡ് ആയിട്ട് പറഞ്ഞിരുന്നത് അല്ലെ, വ്യൂ ചെയ്യുന്നത്. തേർഡ് വേ ആയിരുന്നു നമ്മൾ പറഞ്ഞത് ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഒരു ഷേപ്പ് തന്നാൽ നമുക്ക് അതിന്റെ ഫ്രണ്ടിന്ന്, അതിന്റെ ടോപ്പിന്ന്, അതിന്റെ സൈഡിന്ന്, അങ്ങനെ ഡിഫറെന്റ് വ്യൂസ് നമ്മൾ പറഞ്ഞു. can provide a lot of information about the shape observed. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വിഷ്വലൈസിംഗ് സോളിഡ് ഷേപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ
ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്താ, നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല ഈ ചാപ്റ്ററിൽ. ജസ്റ്റ് എന്താണ് 2 ഡയമെൻഷണൽ, എന്താണ് 3 ഡയമെൻഷണൽ ഷേപ്സ്, അങ്ങനെ ആ ഷേപ്സുകളെ കുറിച്ച് പഠിക്കുക. പിന്നെ എന്താണ് നെറ്റ്, ദെൻ എഡ്ജസ്, വേർട്ടീസസ്, ഫേസസ് എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മളെ സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒബ്ലിക്കും ഐസോമെട്രിക്കും. അപ്പൊ അതിൽ ഡ്രോ ചെയ്യാനുള്ളത് പഠിക്കുക. പിന്നെ നമുക്ക് സോളിഡ് ഷേപ്സിന്റെ വ്യൂസ്, നമുക്ക് കട്ടിംഗ് ഓർ സ്ലൈസിങ്, ഷേഡോ, അതുപോലെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് 2 ഡയമെൻഷനിലും 3 ഡയമെൻഷൻസും പഠിക്കുക. അതുപോലെ നമുക്ക് ഒബ്ലിക്കും ഐസോമെട്രിക്കിലും ഡ്രോ ചെയ്യാനുള്ളത് പഠിക്കുക. അതുപോലെ നമ്മൾ കട്ടിംഗ്, സ്ലൈസിങ്, ആ ഒരു ഷേഡോ, ഇപ്പൊ നമുക്ക് ഒരു ഷേപ്പ് തന്നിട്ട് ഇത് എന്തിന്റെ ഷേഡോ ആയിരിക്കും എന്ന് മേ ബി ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് തന്നു, അതിന്റെ ഷേഡോന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല അല്ലെ, ഷേപ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചാപ്റ്റർ, വിഷ്വലൈസിങ് സോളിഡ് ഷേപ്സ്. ഓക്കെ, താങ്ക് യു.